ഹായ്, എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു 1000 പേരുള്ള ഒരു കൂട്ടായ്മ ആവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളെ വീഡിയോയിൽ പലവിധ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും അതും സഹിച്ച് അല്ലെങ്കിൽ ക്ഷമിച്ച് നമ്മളെ കൂടെ നിൽക്കണം. അപ്പം എല്ലാവരും നമ്മൾ ചാനൽ കയറി സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക അല്ലെങ്കിൽ ഞെക്കുകയൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പെരുമ്പാവൂർ പോകാനുള്ള ഒരു ഓട്ടമാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ ലോഡ് കയറ്റുന്ന ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളും ഒറീസ ആയിട്ടുള്ള പണിക്കാരാണ് നമ്മളെ ഇന്നത്തെ ലോഡ് കയറ്റുന്നവർ കേട്ടോ. അവർ സ്വന്തമായിട്ട് മരമെടുത്ത് വെട്ടിക്കയറ്റാണ്. മുന്നേ മലയാളികളായിട്ടുള്ള മുതലാളിമാർക്ക് വേണ്ടിയിട്ടായിരുന്നു പണം തരുന്നത്. ഇപ്പോൾ വിഷു, ഈസ്റ്റർ, പെരുന്നാളൊക്കെ ആയപ്പോൾ ലീവ് അധികമായപ്പോൾ അവർ സ്വന്തമായിട്ട് വെട്ടാന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങി. ഇപ്പോൾ അവർക്ക് കുറച്ച് മരങ്ങളൊക്കെ കിട്ടിയ മരങ്ങളൊക്കെ ഞാൻ പറയാട്ടാ. നമ്മൾ അടിയിൽ കയറ്റിയിരിക്കുന്നത് ചേര് എന്ന് പറയുന്ന ഒരു മരമാണ്. അത് പലർക്കും അലർജി ഉണ്ടാക്കുന്ന ഒരു മരമാണ്. പിന്നെ അയിനുണ്ട്, അതേപോലെ മറ്റു മാവ്, ചെറിയ പ്ലാവ്, വേറെ 1-2 കാട്ടുമരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അത് ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അപ്പം ഇവരെ ഞാൻ പോകുന്ന ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീം ഇവരാണ്. കാരണം ഇവരെ അടക്ക് നല്ല വൃത്തിയായിരിക്കും. നമുക്ക് എവിടെ കൊണ്ടുപോയാലും നമുക്ക് നല്ലൊരു ഡിമാൻഡ് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ കാണുന്നവർക്കൊരു നല്ല വൃത്തി തോന്നുന്ന രീതിയിലാണ് അവർ അടക്കുക. അവരത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലിരിക്കുന്ന മരം മുഴുവൻ വേണമെങ്കിൽ അവർ ഇറക്കും, രണ്ടാമത് അട്ടിടും അവർക്ക് തൃപ്തി വന്നില്ലെങ്കിൽ. പക്ഷെ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഇപ്പോൾ ഗ്യാപ്പും ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ സ്വന്തമായിട്ടൊക്കെ കയറ്റാറുണ്ട്. പക്ഷേ അപ്പോൾ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇവർ അങ്ങനെയല്ല. ഇവർ കറക്റ്റായിട്ട് അടക്കി നല്ല വൃത്തിക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അട്ടി കണ്ടു കഴിഞ്ഞാൽ ലോഡൊന്നും കയറ്റുന്നത് നമുക്കതൊരു വിഷയമായിട്ട് തോന്നില്ല. ഇന്ന് നമ്മൾ കൊണ്ടുപോയ ലോഡ് 5 ടണ്ണും 10 കിലോനായിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നാളെയാണ് ഇനി അടുത്ത അവരെ ലോഡുള്ളത്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറെ നിവൃത്തിയില്ല. അവരെ കൂടി സഹായിക്കാതെ അത് മുന്നോട്ട് പോകില്ല. അവർ 3 പേരാണ് ആകെ ഉള്ളത്. അപ്പോൾ നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്താലാ അത് ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ലോഡ് കയറ്റി അത് പോകാൻ പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഈ ലോഡ് കൊണ്ടുപോയപ്പോൾ കിട്ടിയ വില ഒരു ടണ്ണിന് 6,900 വെച്ചിട്ടാണ്. പലർക്കും ചിലപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടിയവരുണ്ടാവും, ഇതിൽ കുറവ് കിട്ടിയവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലോഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിട്ട് എത്രയാണ് റേറ്റ് കിട്ടിയതെന്നൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ മാസം ശരിക്കും പറഞ്ഞാൽ വളരെ ഓട്ടം കുറഞ്ഞ മാസമായിരുന്നു. കാരണം എല്ലാ മതക്കാരുടെയും വിശേഷ ദിവസങ്ങൾ വന്നതിൻ്റെ പേരിൽ എല്ലാ സ്ഥലങ്ങളിലും മുടക്കായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ പണിക്കാർ ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊഴിവുകളൊക്കെ ആയിട്ട് ഈ മാസം വളരെ കുറവായിരുന്നു ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ചെറിയ പെരുന്നാളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വിഷു ഉണ്ടായിരുന്നു, ഈസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും പരിപാടികളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ മൊത്തത്തിൽ ഓട്ടമൊക്കെ കുറവാണ്. എല്ലാവരും നമ്മളോട് കണ്ടവരും കാണാത്തവരുമായിട്ടുള്ളവരൊക്കെ പറഞ്ഞത് മൊത്തത്തിൽ ഓട്ടം കുറവുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും അതുപോലെ ഈസ്റ്ററിൻ്റെയും ആശംസകൾ കേട്ടോ. നമ്മൾ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ എല്ലാ കൂട്ടുകാരും നമ്മളോടൊപ്പം എന്നും കൂടെ നിൽക്കുക.
വീഡിയോയിൽ പല പോരായ്മകളുണ്ടാവും. സത്യം പറഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ ABCD നമുക്കറിയില്ല. അത് പഠിക്കാൻ പോകാനായിട്ട് സമയമില്ല. അതിൻ്റെ പേരിൽ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുക. പല പോരായ്മകളുണ്ടാവും. നമ്മളിപ്പോൾ മരം കയറ്റുമ്പോൾ പല സമയങ്ങളിലും പല അപകടങ്ങളും നമുക്ക് സംഭവിക്കാറുണ്ട്. കൈ ഇടയപ്പെടുക, അതേപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. പിന്നെ വീഡിയോ ചില സമയത്ത് ഫുൾ ലെങ്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല. നമ്മൾ പണിയുടെ ഇടയിലൊക്കെ അതിൻ്റെ പേരിൽ. ഇപ്പം ഇന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം കിട്ടിയില്ല, കാരണം മൊബൈലിൻ്റെ ചാർജ് തീർന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സൈക്കിളിൻ്റെ ബാക്കിൽ ആണ് ഫോൺ വെച്ചിരുന്നത്, കേരിയർമേ. അതിൻ്റെ ചെറിയൊരു ഭാഗം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല, കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വയ്ക്കും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ പെരുമ്പാവൂർക്ക് ലോഡ് കൊണ്ടുപോകുന്ന ചങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിട്ട് എത്ര രൂപയൊക്കെ നിങ്ങൾക്ക് വെച്ച് കിട്ടി, എത്ര ടണ്ണ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. നമ്മളെ എത്ര പേര് നമ്മളെ ജോലി ചെയ്യുന്നത് പോലുള്ള ജോലി ചെയ്യുന്നവർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അതിൽ നിന്നും പിക്ക് ചെയ്ത് ഒരു സമ്മാനം കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അതിനുള്ള സംഭവങ്ങളൊന്നും നമ്മളായിട്ടില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മൾ വീഡിയോ കാണുന്നതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഒരു മന്ത്ലി വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി നമ്മൾ വിചാരിക്കുന്നു. ഒരു ദിവസം നമ്മൾ എത്ര ഓട്ടം ഓടും, ഒരു മാസത്തിൽ എത്ര ഓട്ടം ഓടും എന്നൊക്കെ അറിയാനായിട്ട് കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് മെസ്സേജ് ചെയ്തിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇതേപോലുള്ള പരിപാടിക്ക് ഇറങ്ങാനായിട്ട് വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ വണ്ടിയെക്കുറിച്ച് റിവ്യൂ ചെയ്യാനായിട്ടും പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ കുറേ ദിവസം ആലോചിച്ചാണ്, പക്ഷേ സമയം കിട്ടുന്നില്ല. പിന്നെ വീഡിയോ എടുത്തുതരാനായിട്ട് ആളില്ല. എവിടെയെങ്കിലും വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്കതിന് പറ്റിയ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത്. വണ്ടി ഞാൻ ഓടിച്ച ഇത്ര സമയം കൊണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളി വണ്ടിയാണ്. പക്ഷേ സർവീസ്, പ്രത്യേകിച്ച് പോപ്പുലർ തൃശ്ശൂരത്തെയും ആലുവയിലുള്ള ഷോറൂമിലെ സ്റ്റാഫുകൾ വളരെ മോശം ബിഹേവിയറാണ്. 2 സർവീസ് കഴിഞ്ഞു ഞാനിപ്പോൾ എടുത്തിട്ട്. അവർ ഒരു രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള യാതൊരുവിധ ഇതും അവർക്കില്ല. സെയിൽസിലുള്ള പിള്ളേർ പിന്നെയും കുഴപ്പമില്ല, അവർ നമ്മളെ ഏതെങ്കിലും രീതിയിലൊക്കെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ സർവീസിലുള്ള ആൾക്കാർ വളരെ മോശമാണ് അവരുടെ സർവീസ്. നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് വണ്ടി ആകുമ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടാവും. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കിടക്കിടക്കുന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നത് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്ക് അതൊക്കെ ഉണ്ടാവും. അതേപോലെ റിവേഴ്സ് ഗിയറിന് സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വാറണ്ടി ഉള്ളതാണ്. അതുകൂടാതെ AMC ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അവർ നമുക്കിതൊന്നും ചെയ്തു തരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. ഇനി ആരെങ്കിലും പോപ്പുലറിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എറണാകുളം ആലുവ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദയവ് ചെയ്ത് അവരെ സർവീസിൽ ഞാൻ തൃപ്തനല്ല. അതുകൊണ്ട് നിങ്ങളോടും കൂടി നമ്മൾ അഭ്യർത്ഥിക്കണം, നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ച് സർവീസ് കിട്ടുമെന്ന് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കുക. വണ്ടി അടിപൊളി വണ്ടിയാണ്, യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ ഓടിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ അനുഭവം ആയിരിക്കണമെന്നില്ല, ഇന്ന് വരെയുള്ള അനുഭവം ആയിരിക്കുന്നില്ല. നാളെ അനുഭവങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ചിലപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ മാറാം. മറ്റു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് അത് ശരിയാവാതാവുമ്പോൾ നമുക്ക് മാറാം. ഞാനിപ്പോൾ വീലിൻ്റെ സ്റ്റഡ് പൊട്ടുന്ന ഒരു പ്രശ്നം സ്ഥിരമായിട്ട് നമ്മളെ വണ്ടിക്കുണ്ട്. ഞാൻ നമ്മളെ മനസ്സിലാക്കിയത് വീൽ ബോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഓടിക്കഴിയുമ്പോൾ ലൂസാവുന്ന ഒരു പ്രശ്നമുണ്ട്. ആ ലൂസിൽ ഓടുമ്പോഴാണ് വീൽ ബോൾട്ട് പൊട്ടുന്നത്. അപ്പോൾ ഞാനത് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മിക്ക വണ്ടിക്കും ഉണ്ട് ആ കംപ്ലൈൻറ്റ്. എന്നാൽ ആ കംപ്ലൈൻറ്റ് എന്താണ്, അത് മാറ്റാനുള്ള സൊല്യൂഷനൊന്നും അവർ പറയണില്ല. അതുപോലെ അവരുടെ സർവീസ് സെൻറ്ററിൽ ഒറ്റ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച 2-3 സ്ഥലങ്ങളിൽ വീൽ ബോൾട്ടോ വീൽ നെട്ടോ ഒന്നും അവൈലബിൾ അല്ല. ഞാനപ്പോൾ അവരുടെ അടുത്ത്
2-3 പ്രാവശ്യം അവരുടെ അടുത്ത് നമ്മൾ വിളിച്ച് പറഞ്ഞ് നമുക്ക് സാധനം സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ വേണമെന്ന്. അപ്പോൾ അവർ പറയുന്നത് മെയിൻ ഇതിൻ്റെ സ്ഥലത്തുനിന്ന് സാധനം വരുന്നില്ല, പിന്നെ നെറ്റ് വരുമ്പോൾ ബോൾട്ട് വരില്ല, ബോൾട്ട് വരുമ്പോൾ നെറ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എന്നിട്ട് സെയിൽസിൽ ചെക്കനെ വിളിച്ച് ഒരു 2-3 ആഴ്ചയായിട്ട് വിളിച്ചിട്ട് സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ബോൾട്ട് ഉണ്ട്, നെറ്റില്ല. ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, കിട്ടുന്നത് 2 മേടിച്ച് വയ്ക്കുക. എന്നിട്ട് ഞാൻ ആ ചെക്കൻ്റെ ഷോറൂമിലെ QR കോഡിൽ പൈസ അയച്ചു കൊടുത്ത് അവൻ മേടിച്ച് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം നമുക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരു ഷോപ്പിലും നമുക്കിത് കിട്ടാനായിട്ട് അവൈലബിൾ അല്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ വണ്ടിയുടെ പരമാവധി യൂസ് നമ്മൾ ചെയ്യലുണ്ട് കേട്ടോ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം 21,000 കിലോമീറ്ററായി ഈ വണ്ടി ഓടുന്നത്. യാതൊരുവിധ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലച്ച് മാറിയിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ ഓടിച്ചിരുന്ന വണ്ടി ഏകദേശം ഒരു വർഷം കോമൾക്കും ആകുമ്പോഴേക്കും അതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റ് ആവുമായിരുന്നു. സൂപ്പർ റേസ് എന്ന് പറയുന്ന ഒരു വണ്ടി ടാറ്റയുടെ തന്നെയാണ്. അതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ വണ്ടി അധികം ഉപയോഗിക്കലില്ല. പക്ഷെ ഞാനത് 7 വർഷത്തോളം ഉപയോഗിച്ച് നല്ല രീതിയിൽ അതുമൂലം നമ്മൾ ജീവിച്ചു പോന്നിരുന്നതാണ്. കംപ്ലൈൻറ്റ് വരാറുണ്ട്, ഗിയർ ബോക്സ് മാറലുണ്ട്, ക്ലച്ച് പണിയിലുണ്ട്, ഗിയർ ബോക്സ് പണിയിലുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ കടം മേടിച്ചിട്ടായാലും അത് പണിയും, പിറ്റേ ദിവസം നമ്മൾ തുടങ്ങി ഓടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്നവർ സർവീസ് സെൻ്ററിൻ്റെ അല്ലെങ്കിൽ സെയിൽസിലെ പിള്ളേരെ ചുറുചുറുക്ക് മാത്രം കണ്ടെടുക്കരുത്. കാരണം സർവീസിലെ ഉള്ള സ്റ്റാഫിൻ്റെ ബിഹേവിയറും നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വണ്ടിയോടോ നമ്മളോടോ അവർ ചെയ്യുന്ന ജോലിയിലോ ഞാൻ നോക്കിയിട്ട് യാതൊരുവിധ ആത്മാർത്ഥതയും ഞാൻ കണ്ടില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ തിരിച്ചനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നല്ല രീതിയിൽ വണ്ടി ശരിയാക്കി കൊടുക്കാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം. നമ്മളെ വണ്ടിക്ക് AMC എടുത്തിട്ടുണ്ട് കയ്യിൽ, വണ്ടിയുടെ വിലയും അത് കഴിഞ്ഞ് വേറെയും പൈസ കൊടുത്തിട്ടാണ് നമ്മൾ AMC എടുത്തേക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് നമ്മളോട് ഒരു ദാക്ഷിണ്യമില്ല. പക്ഷേ നമ്മൾ AMCയോ അല്ലെങ്കിൽ വാറണ്ടിയോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ ഏതൊക്കെ സാധനങ്ങൾ അവർ എത്രയോ പ്രാവശ്യം അവർ നമ്മളെ കൊണ്ട് മാറ്റിച്ചേനായിരുന്നു. നമ്മളെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലണമെങ്കിൽ അവർ ഇനി ഈ വണ്ടിയുമ്പോൾ മാറ്റാൻ എല്ലാ സാധനങ്ങളും അവർ മാറ്റിച്ചേനെ. അപ്പം അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും സർവീസും കൂടി ഒന്ന് നിങ്ങൾ അന്വേഷിക്കുക. സെയിൽസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ വണ്ടി ഞാൻ നല്ല രീതിയിൽ ഓടിക്കലുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് ഇതുവരെ വണ്ടി കൊണ്ട് വേറെ മോശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.